ശ്രീകുമാരൻ LDF ക്യാമ്പിന്റെ വിവരങ്ങളുമായി ചേരുന്നു. സെയ്ത്, ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹത്തിന്റെ റോഡ് ഷോയുമായി നാരോക്കാവിൽ നിന്ന് കടന്നു വരികയാണ്. വലിയ ജനപങ്കാളിത്തം, ഇടതു പ്രവർത്തകരുടെയൊക്കെ ആവേശമൊക്കെ നമുക്ക് എല്ലാ മേഖലയിലും കാണാം. സ്വരേട്ട, അവസാന റൗണ്ട്, അവസാന ലാപ്പ് ഇന്ന് കൊട്ടിക്കലാശം. അല്പസമയം മുൻപ് TN പ്രതാപൻ പറഞ്ഞൊരു കാര്യം, ഇവരൊക്കെ നിൽക്കുകയാണ്, ആശംസ നേരാനില്ല എന്നാണ്. അല്ല, അങ്ങനെയല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ്. നിങ്ങളൊക്കെ നിൽക്കുമ്പോൾ ആശംസ നേരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. പക്ഷേ ഞാനതിൽ എന്തെങ്കിലും കൂടുതലായി പറഞ്ഞ് അദ്ദേഹത്തെ ഒരു പ്രയാസത്തിലാക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കുന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചു. നിങ്ങളുടെ മുന്നിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. വ്യക്തിപരമായിട്ടാണെങ്കിൽ ഞാനൊന്നും പറയില്ല. എല്ലാവരും തമ്മിൽ സൗഹൃദം ഉണ്ടാവട്ടെ എന്നേ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിലപാടുകളും വ്യത്യസ്തമായ ആശയങ്ങളും തമ്മിലുള്ള സമരമാണ്. ആ സമരം ശക്തമായിട്ട് തന്നെ തുടരണം. ഇന്നലെ വി പ്രകാശന്റെ ഭാര്യയെ കണ്ടു, കുടുംബത്തെ നേരിൽ കണ്ട് ഒരു വോട്ടഭ്യർത്ഥന നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു വോട്ടഭ്യർത്ഥന നടത്തേണ്ടതായിരുന്നോ? അങ്ങനെയൊന്നും നമ്മൾ അത്തരം കാര്യങ്ങളെ ചുരുക്കി കാണരുത്. കാരണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, വി പ്രകാശ് ഞങ്ങളൊരു നാട്ടുകാരും വർഷങ്ങളായി അടുത്ത സൗഹൃദമുള്ളവരുമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ കുടുംബസമേതം KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയും ആ യാത്രക്കിടയിൽ അദ്ദേഹം പങ്കാളിയെ എനിക്ക് പരിചയപ്പെടുത്തുകയും മോളെയൊക്കെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ ഇതുവരെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മറ്റൊരു ആ നിലയിലുള്ള നേതാവിനെയും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ആരെയും ഇകഴ്ത്താനല്ല, അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവാം, നമ്മൾ കണ്ടില്ലെന്നേ കാണുമെന്നും ആവട്ടെ. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ജീവിതത്തിൽ ലാളിത്യം പുലർത്തുന്ന ഒരാൾ, സത്യസന്ധത പുലർത്തുന്ന ഒരാൾ, ഒരു നിലപാടുള്ള ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെയാണ് കോൺഗ്രസ് ആയത്, നിങ്ങളൊരു CPM പ്രവർത്തിക്കേണ്ട ആളല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉറച്ച നിലപാടുണ്ട്, കോൺഗ്രസ് നിലപാടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഞാൻ പറയുന്നത് ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ പോകുന്നതിൽ ഒരു അസ്വാഭാവികതയില്ല. ആത്മവിശ്വാസം കൂടിയല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, അത് ആകാശത്തോളം ഉയരുന്നു. ആ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഞങ്ങൾ എല്ലാവരും. ഷിജു ചാവറയ്ക്കൊപ്പം ശ്രീകുമാരൻ, ടീം 24, നിലമ്പൂർ. അപ്പോൾ ഈ പറയുന്ന പല വിഷയങ്ങൾ, എത്ര വിഷയങ്ങൾ, എവിടെ തുടങ്ങിയ വിഷയമാണ് PV അൻവറിൻ്റെ ഈ പറയുന്ന വാർത്താ സമ്മേളന പരമ്പരകളിലൊക്കെ തുടങ്ങിയ വിഷയങ്ങളാണ്. മലപ്പുറത്ത് അധിക്ഷേപിച്ചത് ആര് എന്ന ചർച്ച ഇവിടെ ഉണ്ടായി. ക്ഷേമ പെൻഷൻ ആര് കൊടുത്തു, ആര് കൊടുത്തില്ല എന്ന ചർച്ചകളുണ്ടായി. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി, ഇങ്ങോട്ട് വന്ന പാവം പയ്യൻ പന്നിക്കണിയിൽ മരിച്ചത് മുതൽ ഇങ്ങോട്ട് അവിടെ ഈ പറഞ്ഞ ഓരോ ദിവസം ഒന്നോണം ഓരോരോ വിഷയങ്ങൾ. ഏറ്റവും ഒടുവിൽ അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിലും വർഗീയ വോട്ടിലൊക്കെ എത്തി ഇങ്ങനെ നിൽക്കുകയുമാണ്. ഇതൊക്കെ എത്രത്തോളം അവിടുത്തെ അടിത്തട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന കാര്യം വരണമെങ്കിൽ 23-ാം തീയതി ആവണം.